3 വർഷം കഴിഞ്ഞു. കുട്ടികളുണ്ട്. പക്ഷേ എന്നോടൊന്നും സംസാരിക്കാറ് പോലുമില്ല. കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുകയാണ് പ്രധാന ഹോബി. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പറയാറുള്ളത് എന്നുള്ളൊരു പ്രശ്നം. അത് അഡ്രസ്സ് ചെയ്യേണ്ട ചോദ്യമാണ്. അതെ, നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗം തന്നെയാണ്. ഒരു നിരുത്തരവാദിയായ ഒരു ഭർത്താവിന് ഒരു മോഡൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ആളുകളെ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രമാത്രം എന്താണ് എല്ലാ ഭാരങ്ങളും എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസവും സമാധാനവും നൽകാത്തവർ എന്ത് പുണ്യകർമ്മമാണ് അവർ ചെയ്യണത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ വേറെ എവിടെ നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നാലും, ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ ജോലിക്ക് ലീവായാൽ ഒരു പക്ഷേ ആ സ്ഥാപനത്തിലെ വേറൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ പാർട്ട് വേണമെങ്കിൽ നിർവഹിച്ചു എന്ന് വരാം. പക്ഷെ നമുക്ക് മാത്രം നിർവഹിക്കാൻ പറ്റിയാണ് നമ്മുടെ ഭാര്യൻ്റെ കാര്യം. ആരെങ്കിലും ഇടപെടും നമ്മുടെ ഭാര്യൻ്റെ കാര്യത്തിൽ? നമ്മുടെ ഭാര്യയ്ക്ക് ഒരു സമാധാനവും സമാശ്വാസവും നൽകാൻ ആരെങ്കിലും ഇടപെടാൻ ആഗ്രഹിച്ചാൽ നമ്മൾ അനുവദിക്കും? അപ്പം അത്രമാത്രം ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇത്രമാത്രം നിരുത്തരവാദപരമായി മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കണം. എല്ലാം അവൾക്ക് നൽകുന്നുണ്ടല്ലോ, നിനക്ക് ഇവിടെ പട്ടിണി കിടക്കണ്ട, നിനക്ക് ചിലവ് കിട്ടണില്ലേ എന്ന് ചോദിക്കുന്നതിലപ്പുറം സമാധാനത്തിൻ്റെ വാക്കും സന്തോഷവും ആശ്വാസവും കൂടെ അവർക്കൊരു കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് സമാധാനം. ഇതസ്കുനുമില്ല. ആ സമാധാനം രണ്ടുപേർക്കും കിട്ടാവുന്ന രൂപത്തിൽ ദാമ്പത്യത്തെ റൊമാൻറ്റിക്കായി വളരെ നല്ല ഒരു ആഹ്ലാദപരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ ദമ്പതികൾ പരിശ്രമിക്കേണ്ടത്.